ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി സമൂഹത്തിനെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ലോകത്ത് പെട്ടുപോകുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അസാധ്യമാവുകയാണ്. ഇവിടെ ഒരു പരിഹാരമാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ. മർക്കസ് നോളജ് സിറ്റിയിലെ മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ഡി അഡിക്ഷൻ സെന്ററിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഡി അഡിക്ഷൻ സെന്ററിന്റെ ഇൻചാർജ് ഡോക്ടർ അബ്ദുൽ മജീദ്, വർഷങ്ങളുടെ പരിചയസമ്പന്നനായ ഡോക്ടർ കൂടിയാണ് ഇദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മളേറെ സങ്കടത്തിലുള്ള കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ പ്രദേശങ്ങളിലും ഈ ലഹരിയുടെ പിടിമുറുക്കത്തിലാണ് യുവാക്കളും എല്ലാവരും. പല കുടുംബങ്ങളും ശിഥിലമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം കൂടുകയല്ലാതെ കുറയുന്നില്ല. ഏതായാലും നമ്മളെ യുവാക്കളുടെ ഇടയിലും നമ്മളെ കുടുംബത്തിനിടയിലും വ്യാപകമായിരിക്കുന്ന ഈ ഒരു ദുരന്തത്തിനെ തുടച്ചു നീക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. അതിന് മിഹ്റാസും നോളജ് സിറ്റിയും നമ്മളെ കൂടെയാണ് ഉള്ളത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രീതികൾ ഒരു ടീമാണ്, ടീം വർക്കാണ്. ഇതിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. അതേപോലെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ട്യൂൺ ചെയ്യുന്ന ധാരാളം എക്സ്പേർട്സുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡി അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ലഹരി മോചനം താല്പര്യപ്പെട്ട് ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അതിന് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായും. ലഹരിക്ക് അടിമപ്പെടേണ്ട ഒരു കാര്യം കൂടി നമ്മളതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ യൂത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും എല്ലാവരും ഇതിലേക്ക് അഡിക്ഷനിലേക്ക് വരികയാണ്. മാനസികമായിട്ടോ അതല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അല്ല ഓരോരുത്തരും ഇതിലേക്ക് വരുന്നത്. അബദ്ധവശാൽ വരുന്നവരാണ് ഏറെക്കുറെ ഉള്ളത്. കൂട്ടുകെട്ടുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും കുടുംബത്തിനകത്ത് ഒരു കുഞ്ഞ് അതല്ലെങ്കിൽ ഒരാൾ ലഹരിയിലേക്ക് പോവുകയാണെങ്കിൽ ആ കുടുംബം നശിച്ചതുപോലെയാണ്. അവരുടെ സന്തോഷകരമായിട്ടുള്ള ലൈഫ് ഏറ്റവും അധികം ദുരന്തപൂർവ്വമായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നമ്മൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്, അതിൽ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ നല്ലവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന അങ്ങനെ പറ്റുള്ളൂ. മറ്റൊന്ന്, ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ സ്വമേധയാ തയ്യാറാവാത്തിടത്തോളം കാലം നമുക്കതിൻ്റെ റിക്കവറി ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഏതൊരാൾക്കും ഇതിനകത്തുനിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനാണ് ഇല്ലാതെ വരുന്നത്. പലപ്പോഴും സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നു, കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തുന്നു, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളിലേക്കും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഏരിയ അല്ലാത്തത് കൊണ്ട് പലരും അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങളെ നീറ്റായിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്? ഇത്രത്തോളം സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. റിസൾട്ട് ടൈം ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇതിനാണ് ഡീറ്റോക്സിഫിക്കേഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അവരെ മാക്സിമം അതിൽ അഡ്വൈസ് ചെയ്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ ഡയഗ്നോസ് ചെയ്യുന്നു, എത്രമാത്രം അവർക്ക് ഈ സബ്സ്റ്റൻസ് യൂസിനകത്തുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മോട്ടിവേഷനാണ് അതിൻ്റെ പിന്നിൽ ഏറ്റവും അധികം നടക്കുന്നത്. നല്ല രീതിയിലുള്ള സംസാരങ്ങളാണ്, ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, യോഗ പോലെയുള്ള അതെല്ലാം എക്സസൈസ് രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മെഡിക്കേഷൻസും, നല്ലൊരു ടീം വർക്ക്, ഒരു മെൻറ്റേഴ്സിൻ്റെ ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും അവൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കഴിവുകളെ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത് അവരിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. നമ്മളടുത്ത് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതിൽ ഏതൊക്കെ ഏജ് കാറ്റഗറിയിലുള്ളവരാണ് വരുന്നത്? എല്ലാ തരത്തിലും ഏജുകളും ഉണ്ട്. ആ ഏജ് ഇവിടെ ഒരു കൺസേണേ അല്ല. കൺസേൺ ഉദ്ദേശിക്കുന്നത് ഏജിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ യൂത്താണ് ഏറ്റവും അധികം വരുന്നത്. അതായത് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കൂടെയാണ് യൂത്തുകളുള്ളത്. യുവാക്കൾ, അതായത് സ്റ്റുഡൻസൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സിന്തറ്റിക് ഡ്രഗിലേക്കാണ് ഏറ്റവും അധികം ചായ്വുള്ളത്. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ ഏരിയയാണ്. ബാക്കിയുള്ള ഏജായുള്ള ആളുകളൊക്കെ ആൽക്കഹോളിക്കിലാണ്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ്. എന്നാലും സിന്തറ്റിക്കാണ് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടതും നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടതും. കാരണം അതൊരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാരകമായിട്ടുള്ള ഭവിഷ്യത്തുകളൊക്കെ പിന്നീട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് റിക്കവറി ചാൻസുകളും അതേപോലെ തന്നെ വളരെയധികം പരിതാപകരമാണ്. ഇതിൽ ഇപ്പോൾ സാധാരണ പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചെന്നുപെടുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അനുമാനം? തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സുഖവും സന്തോഷവും സമാധാനമാണ്. അപ്പോൾ സുഖം കിട്ടുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ലോകമാണ്. അപ്പോൾ സുഖത്തിൻ്റെ പല രീതിയിലുള്ള സ്കെയിലുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡ്രഗ്സിനെ സുഖത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തവരും സമൂഹത്തിനകത്ത് പുരാണികമായിട്ടുള്ള കാലഘട്ടങ്ങൾ മുതൽ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും ഉപയോഗ രീതികളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഏറ്റവും നിർബന്ധിതമായത് അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത് സുഖമാണ്. അപ്പോൾ സുഖത്തിൻ്റെ ലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാം എന്നുള്ളിടത്ത് യൂത്ത് റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങൾ എല്ലാം ചെന്ന് എത്തുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സിന്തറ്റിക് ഡ്രഗിലേക്കാണ്. അപ്പം സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥയിലിരിക്കണം, ഭയരഹിതമായിട്ടുള്ള ലോകത്തേക്ക് ജീവിക്കണം, ഒരു ഒരു പ്രത്യേക മൂഡിൽ ജീവിക്കണം എന്നുള്ള ഒരു ആസക്തി മീൻസ് ആ ഒരു അനുഭവം അനുഭവിച്ചതിൻ്റെ പിന്നിലും അനുഭവിച്ചറിഞ്ഞവരുടെ കേട്ടുകേൾവിയുടെ പുറത്തും ഈ ഒരു ടെൻഡൻസി മനുഷ്യനുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മളൊക്കെ സുഖം ആഗ്രഹിക്കുന്നവരാണ്. സുഖത്തിന് വേണ്ടി ജീവിതം തന്നെ നശിപ്പിക്കുമ്പോൾ അതിൽ ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷയുടെ കവാടമാണ് ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ. ഏതായാലും ഇത് വലിയൊരു പ്രതീക്ഷയാണ്. മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള വഴികൾ അല്ലെങ്കിൽ എവിടെ ചെല്ലണം, എങ്ങനെയാണ് മാറണം എന്ന് അറിയാതെ പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മെഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ.